ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബീഫ് കട്ട്ലറ്റ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ സവാള ഇട്ട് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങൾക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അവർ പിന്നെ അത് കഴിക്കത്തില്ല. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ബാക്കി വന്നതാണ്. അപ്പം ആ ബീഫ് റോസ്റ്റിൻ്റെ അകത്ത് തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിട്ട് ഇളക്കി. പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അതിനുശേഷം ആ പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്കാക്കി അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള ഷേപ്പാക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയുടെ ബാറ്റർ അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിനും കൂടെ കവർ ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ അത് പൊട്ടി എണ്ണയിലെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസ് കവർ ചെയ്ത് നമ്മൾ എടുക്കണം. അതിനുശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നമ്മളത് പൊരിച്ചെടുക്കും. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റുക. നല്ല ഫ്ലെയിം നമ്മൾ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് പൊരിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.